അഖിൽ, ഇപ്പോൾ ഈ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നു. ആ ഭാഗത്തു നിന്നും ഇനി ആളുകളൊന്നും അതിൽ കുടുങ്ങിയിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണല്ലോ അല്ലേ? ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി, മറ്റൊരു സ്ത്രീക്ക് പരിക്കുണ്ട്. കൂടുതൽ പേർക്കൊന്നും കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഉപയോഗിക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗത്തിലൂടെ ആണോ അപ്പുറത്തേക്ക് ഈ കഫേയിലേക്ക് പോകുന്നത്? അങ്ങനെയാണോ ഇവർക്ക് പരിക്കേറ്റത്? സ്മൃതി, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ, അതായത് 14-ാം വാർഡിനോട് ചേർന്ന് തന്നെയുള്ള ബാത്റൂം, ഉപയോഗിക്കാതെ കിടന്നിരുന്ന ബാത്റൂമാണ് തകർന്ന് വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ഇടനാഴി പോലെയാണ്. ഇവിടെ നിന്നും ഒരു ഷോർട്ട് കട്ട് പോലെ ഈ കഫേയിലേക്ക് പോകാൻ ഒരു തുറസായ സ്ഥലമുണ്ട്. ഈ അലങ്കരിച്ച് മറ്റ് ചെടികൾ മറ്റൊക്കെ അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു ഇടവഴി പോലെ ഒരു സ്ഥലമുണ്ട്. അതുവഴി എളുപ്പത്തിൽ ഈ കഫേയിലേക്ക് നടന്നു പോകാൻ കഴിയും. അത്തരത്തിൽ അവിടേക്ക് പോകുന്നവർക്കാണ് ഈ പരിക്കേറ്റ എന്നുള്ളതാണ് നമുക്ക് ഈ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് അടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്നും അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ആരും ഇതിനകത്ത് ഇല്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പക്ഷേ അത്തരത്തിലൊരു അങ്ങനെ വേണം കരുതാൻ. ഇത് ഉപയോഗിക്കാതെ കടന്നിരുന്നതായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇത് മൊത്തം മാറ്റി പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലാക്കുന്നത്? ഇപ്പോഴും ഇത് മാറ്റുന്നുണ്ട് മനസ്സിലായി. ഇപ്പോഴും ഒരു കെട്ടിടത്തിൽ, അതായത് ഈ ഒരു കെട്ടിടത്തിന്റെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭീമ, ഈ ഇടിഞ്ഞു തീണ ഈ കെട്ടിടത്തിനൊപ്പം താഴേക്ക് വന്നപ്പോൾ ഒരു ഭീമ ഒടിഞ്ഞു തൂങ്ങിക്കൊണ്ട് ഈ വശത്തേക്ക് നീങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇലക്ട്രിക് ലൈനുള്ള വൈദ്യുതി അടക്കം പോകുന്നുള്ളൊരു ഭീമാണ്. ആ ഭീം ഇപ്പോഴും തൂങ്ങി നിൽക്കുകയാണ്. അത് പൂർണ്ണമായി വീണിട്ടില്ല. അതിലൊരു അപകട സാധ്യതയുണ്ട്. അതായത് അത് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ തന്നെ തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളെ കുറിച്ച് നീങ്ങി കാണിച്ചു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ അവിടേക്ക് നമ്മളൊക്കെ ഒരു സൂം ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു പൈപ്പ് പൊട്ടിയതിന്റെ ഭാഗവും ആ ബിൽഡിങ്ങിന്റെ തറയോട് ചേർന്നിട്ടുള്ള ഭാഗമുണ്ട്. അതിലൊരു വലിയ വിള്ളൽ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വിള്ളൽ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്. അതായത് ഇനി ഒരു അപകടത്തിന് സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെ. കാരണം അവിടെ ഒരു വിള്ളൽ, അതായത് വലിയ വിള്ളലാണ്, അത്ര ചെറിയ വിള്ളലൊന്നുമല്ല. ഈ ബിൽഡിങ്ങിന്റെ ഈ പൊളിഞ്ഞു വീണതിന്റെ ഭാഗമല്ലാതെ മറ്റ് ഭാഗങ്ങളിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ബിൽഡിങ്ങിന്റെ പൊളിഞ്ഞു വീഴാത്ത ഈ വശങ്ങളിലേക്ക് കാണിച്ചാൽ അവിടെയൊക്കെ തന്നെ ഈ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കുമെന്നുള്ള. അപ്പോൾ ഇത് പഴക്കം ചെന്ന കെട്ടിടം തന്നെയാണ്. പഴക്കമുണ്ട്, കാലപ്പഴക്കമുണ്ട്. സൂപ്രണ്ടിന്റെ വാക്കുകൾ നമ്മൾക്ക് ഒന്നുകൂടി ഉദ്ധരിക്കുകയാണെങ്കിൽ, അതായത് ഈ ബിൽഡിങ്ങിന് ബലക്ഷയം, അതായത് ഈ ബാത്റൂമിന്റെ ഭാഗത്തിന് ബലക്ഷയം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബാത്റൂം അടച്ചിട്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ സൂപ്രണ്ട് പറഞ്ഞിരുന്നു. അതായത് ബലക്ഷയം ഉണ്ടായിരുന്നു ബിൽഡിങ്ങിന് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടത്തിൽ നിന്നും ഇവിടെ ഈ ഭാഗം, അതായത് ബാത്റൂമിനോട് ചേർന്ന് പഴയ ബാത്റൂം, ഈ ഭാഗം ഉപയോഗിക്കാതെ വന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ 14-ാം വാർഡും അതിനോട് ചേർന്നിട്ടുള്ള 2 വാർഡുകൾ ബിൽഡിങ്ങിന് എന്തെങ്കിലും ബലക്ഷയമുണ്ടോ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു സാധനം തകർന്നുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള മുഴുവൻ രോഗികളെ, ഏകദേശം 120 വരുന്ന രോഗികളെ പൂർണ്ണമായും ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക്, സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ അപകടം, അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഈ വഴി പലരും ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന ഒരു വഴിയാണ്. കാരണം കഫ്റ്റീരിയയിലേക്കൊക്കെ പോകുന്ന ഈ കാണുന്ന ഈ വാർഡിൽ നിന്നും ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വാതിൽ വഴി ഇത് പുറത്തേക്ക് ഇറങ്ങി നേരെ കഫ്റ്റീരിയയിലേക്ക്, ആ ഭാഗത്തേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വരുന്നത്. പക്ഷേ അപ്പോൾ അതൊരു അപകടമില്ലാതായി പോയത് എന്നുള്ളത് വലിയ കാര്യം തന്നെ. കാരണം കൂടുതൽ ആളുകൾ അതുവഴി നടന്നു പോകുമ്പോഴോ ആണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അപകടം മറ്റൊന്നാവുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇതിനുള്ളിൽ കൊണ്ടുപോയിരിക്കുകയാണല്ലോ കാഷ്വാലിറ്റിയിലേക്ക്. അവരുടെ ഒരു സ്ഥിതി കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അഖിൽ. ഒരു കുട്ടിയുമുണ്ട്, 14 വയസ്സുള്ള ഒരു കുട്ടിയും, പിന്നെ ഒരു സ്ത്രീയാണെന്നല്ലേ മനസ്സിലാക്കുന്നത്. അവരുടെ നില ഗുരുതരമല്ല എന്നൊക്കെ അറിയാം. പക്ഷേ ആ പരിക്കേറ്റവരിൽ നിന്നും നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധ്യതയുണ്ടോ? കെട്ടിടത്തിന്റെ കൈവരികളും ചുമരും കൂടി ഇടിഞ്ഞ് താഴുകയായിരുന്നു. ഈ 2 പേർ, അതായത് 2 പേർക്കാണ് നിലവിൽ പരിക്കേറ്റെന്ന് മനസ്സിലാക്കുന്നു. ഈ വാർഡിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ജീവനക്കാർ ഇപ്പോൾ പുറത്തേക്ക് മാറ്റി. 2 പേർക്കാണ് പരിക്കേറ്റെന്ന്. സ്മൃതി, 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ 2 പേരും 45 വയസ്സുകാരും മറ്റൊരു 14 വയസ്സുകാരും. ഇത് 2 പേർക്കാണ് പരിക്കേറ്റെന്നാണ് നമുക്ക് ഈ ദൃക്സാക്ഷികൾ, അതായത് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ജൂനിയർ ഡോക്ടർക്ക് സാക്ഷ്യപ്പെടുത്തിയ തരത്തിലാണ്. ആ 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ്. ഇരുവരും ഇപ്പോൾ നിലവിലുള്ളത് കാഷ്വാലിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതികരണം, മറ്റു കാര്യങ്ങളും നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ തേടാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അധികൃതർ എന്നൊക്കെ തന്നെ കൃത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു അപകട അവസ്ഥ പൂർണ്ണമായി മാറിയിട്ടില്ല. ഈ